ഇവിടെ ഒരാൾ കുഞ്ഞിലെ മുതൽ തന്നെ ഗവൺമെന്റ് ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്നു. വളർന്നതിനു ശേഷം അയാൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ഗവൺമെന്റ് ജോലി നേടുന്നു. പക്ഷെ അയാളുടെ കഷ്ടകാലത്തിന് സാമ്പത്തിക തകർച്ച കാരണം എല്ലാവരെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു. അയാളുടെ ചീഫ് ഓഫീസർ വലിയൊരു എമൗണ്ട് കോമ്പൻസേഷനായി കൊടുത്ത് അയാളെ ജോലിയിൽ നിന്ന് പോകാൻ പറയുന്നു. പക്ഷെ അയാൾ ജോലിയാണ് പ്രധാനമെന്ന് പറഞ്ഞ് അവർ കൊടുത്ത കാശ് തിരികെ കൊടുക്കുന്നു. സോ ആ ഓഫീസർ അയാളെ അവിടെ നിന്ന് ഓടിക്കുന്നതിനായി ആടുകളെ നോക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അയാളെ അയക്കുന്നു. അയാൾക്ക് അവിടെ വിജയിക്കാനാവില്ലെന്ന് വിചാരിക്കുമ്പോൾ അവിടെ പോയി 3 മാസത്തിൽ തന്നെ അയാൾ അവിടെ ഉണ്ടായിരുന്ന ആടുകളെ 2 ഇരട്ടിയാക്കുന്നു. അതുകൊണ്ട് ആ ഓഫീസർ അടുത്തതായി അയാളെ തീവ്രവാദികളുള്ള ഒരു സ്ഥലത്തേക്ക് അയക്കുന്നു. പക്ഷെ അയാൾ അവിടെയുള്ളവരോട് ക്ലോസ് ആയി ഇടപഴകി ഒരു ഫുട്ബോൾ ടീം ഉണ്ടാക്കിയെടുക്കുന്നു. അതിനുശേഷം അവർ അയാളെ അയക്കുന്ന ഓരോ സ്ഥലത്തും അയാൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. അതുകൊണ്ട് ആ ഓഫീസർ വേറെ വഴിയില്ലാതെ കോമ്പൻസേഷൻ എമൗണ്ട് കൂട്ടിക്കൊടുക്കുന്നു. പക്ഷെ അപ്പോഴും അയാൾ ജോലി മതിയെന്ന് പറഞ്ഞ് ആ കാശ് റിജക്ട് ചെയ്യുന്നു. അതുകൊണ്ട് ദേഷ്യം വന്നവർ അവസാനം അവനെ ഒരു മഞ്ഞ് പ്രദേശത്തേക്ക് അയക്കുന്നു. അവിടെ പോയി നോക്കുമ്പോൾ ഓൾറെഡി അവിടെ ജോലി ചെയ്യുന്നവർ കരടിയുടെ ഉപദ്രവത്തിൽ ബാഡ് കണ്ടീഷനിലാണുള്ളത്. അത് കണ്ട് ഷോക്കായ അയാൾ ജോലി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷെ അടുത്ത നിമിഷം തന്നെ അവന്റെ കൊളീഗ് എന്ന് പറഞ്ഞ് സുന്ദരിയായ ഒരു പെണ്ണ് അവിടേക്ക് വരുന്നു. അവളെ കണ്ടതും അയാൾക്ക് ജോലി ഉപേക്ഷിക്കാമെന്ന ചിന്ത തന്നെ ഇല്ലാതാവുന്നു.